ഗായ്സ് ലൈഫ് ഓഫ് മൂവിയാണ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് ഇവിടെ പോവാണ്, ബാംഗ്ലൂർ. അപ്പോൾ ഞങ്ങൾ ഒരു പ്ലാനിങ് ഇല്ലാണ്ട് നമ്മൾ ടിക്കറ്റ് നോക്കി സെർച്ച് ചെയ്ത് അപ്പോൾ ടിക്കറ്റ് അവൈലബിലിറ്റി ഉണ്ട്. ഞങ്ങൾ എടുത്തത് എൻ്റെ KSRTC എന്ന് പറഞ്ഞിട്ടുള്ള ടിക്കറ്റിൽ ആപ്പ് വഴിയാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ബസ് കയറിയിട്ട് പറയാം. അപ്പോൾ നമ്മൾ കറക്റ്റ് ഉള്ളത് റൂട്ട് അടിപൊളിയല്ലേ, ഫോറസ്റ്റിനുള്ളിലൂടെ ആപ്പ് പറഞ്ഞ ഇങ്ങനെ ഫോറസ്റ്റിനുള്ളിലൂടെ റൂട്ടാണ്. ബാംഗ്ലൂർ ഇതിന് മുന്നേ പോയിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് ബസ്സിൽ ട്രാവൽ ചെയ്യുന്നത്, അതും നൈറ്റ് ഇതേപോലെ തന്നെ ഫോറസ്റ്റിനുള്ളിലൂടെ. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ എങ്ങനെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോസിൽ പറയാം. ബസ് കയറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം പറയാം. അപ്പോൾ എന്തായാലും നമ്മൾ വ്ളോഗിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണിത് അല്ലേ. വീഡിയോസ് എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതേപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതാണ് തൊട്ടിൽപ്പാലം KSRTC ബസ് സ്റ്റാൻഡ് വരുന്നത്. ഇവിടുന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് റൂട്ടിലേക്കുള്ള ബസ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ബസ്സിൻ്റെ ടൈം വരുന്നത് 9:20 നൈറ്റ് കേട്ടോ. പക്ഷേ ഞങ്ങളെ ബസ് കുറച്ച് ഡിലേ ആയതുകൊണ്ട് തന്നെ ഈ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ തന്നെ ഇതേപോലെ തന്നെ ചെറിയൊരു തട്ടുകട സെറ്റപ്പ് വരുന്നുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മളെ പ്രൈവറ്റ് ബസ് കിട്ടുന്ന സ്റ്റാൻഡിലേക്ക് പോകാൻ കുറച്ച് നടക്കണം. അപ്പോൾ ഞങ്ങൾ ഇവിടുന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. രാത്രിയത്തെ ഫുഡ് ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോൾ ബസ് കയറിയാൽ നമ്മളിപ്പോൾ എന്തായാലും നൈറ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡൊന്നും കഴിക്കില്ല. അപ്പോൾ ഇവിടുന്ന് തന്നെ കഴിച്ചു പോകാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ ഇതേപോലെ തന്നെ നല്ല തട്ടുദോശയും അതേപോലെ തന്നെ ഓംലേറ്റും 2 കട്ടൻ ചായയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു തൊട്ടിൽപ്പാലം ബസ് സ്റ്റാൻഡിലേക്ക് വരികയാണെങ്കിൽ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ രാത്രിയൊക്കെയാണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതേപോലെ തന്നെ ചെറിയൊരു തട്ടുകട വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഒന്നല്ല, മെയിനായിട്ട് ദോശ, ഓംലേറ്റ്, അതേപോലെ തന്നെ ചായ, ഹോർലിക്സ്, ബൂസ്റ്റ്, ഇങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെയാണ് ഇവിടെ കിട്ടുക. അവിടുന്ന് ചായ എല്ലാം കുടിച്ച് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളെ ബസ് വരുന്നുണ്ട്. 9:20 കേട്ടോ ബസ്സിൻ്റെ ടൈം വരുന്നത്. പക്ഷേ 11 മണിക്കാണ് ബസ് തൊട്ടിൽപ്പാലം KSRTC സ്റ്റാൻഡിൽ എത്തുന്നത്. ബസ് നല്ല ഡിലേ ആയിരുന്നു. പക്ഷെ നമുക്ക് ഡിലേ ആയിട്ട് തന്നെ ആയിരുന്നു പോകാൻ ഇഷ്ടമുണ്ടായിരുന്നത്. കാരണം ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ പോകുന്നതല്ലേ. ടൈം കൂടും തോറും നമുക്ക് ഈ വന്യമൃഗങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ലൈഫിൽ തന്നെ, ഞങ്ങൾ രണ്ടുപേരുടെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് ബസ്സിൽ ഇതേപോലെ KSRTC ബസ്സിൽ തന്നെ പോകുന്നത്. അപ്പോൾ ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണത്. അപ്പം ബസ് നോക്കുകയാണെങ്കിൽ തന്നെ മൊത്തത്തിൽ പുതിയ ബസ്സാണ്. പിന്നെ ഫെയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേർക്കും നല്ല അഫോർഡബിൾ ആയിരുന്നു. 1000 രൂപേൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞങ്ങൾ 2 പേർക്കും ബാംഗ്ലൂരേക്ക് ടിക്കറ്റ് ആയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ട്രെയിൻ നോക്കിയായിരുന്നു ഫസ്റ്റ് ടൈം. പക്ഷേ ഞങ്ങൾ ട്രെയിൻ നോക്കുമ്പോൾ ടൈമിങ്ങും കൂടുതലാണ്, അതേപോലെ തന്നെ കുറേ ജനറലാണ്, സ്ലീപ്പർ കമ്പാർട്ട്മെൻ്റ് ഒന്നും അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ ബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കൂടുതലാണെങ്കിൽ പോലും നമുക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നോൺ AC ബസ്സാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ബസ്സിൽ കയറാൻ നമ്മൾ ഓൺലൈനായിട്ടായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലൈൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കണ്ടക്ടർ വരുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ തന്നെ ബസ് ഇവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ 12 മണീൻ്റെ ഉള്ളിലായിട്ടുണ്ട്. അപ്പോൾ അവ പറയുന്നുണ്ടായിരുന്നു ഡിലേ ആയാലും കുഴപ്പമില്ല എന്നുള്ള. കാരണം നമുക്ക് പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും അല്ലല്ലോ, നമുക്ക് ഈ ഒരു ഉൾക്കാട്ടിലൂടെ പോകണം, അതേപോലെ തന്നെ ഈ ഒരു യാത്ര എക്സ്പീരിയൻസ് ചെയ്യണം, അത്രമാത്രം നമ്മളെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എമർജൻസി ആയിട്ട് ബാംഗ്ലൂർ പോകാനുള്ള ആൾക്കാരാണ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബസ് ഓൺ ടൈം അല്ലാത്തതുകൊണ്ട് തന്നെ ബസ് പെട്ടെന്ന് കുറേ ടൈമൊന്നും തൊട്ടിൽപ്പാലം നിന്നിട്ടില്ലായിരുന്നു. അപ്പം ബസ്സിൽ ആൾക്കാരെ വേഗം കയറ്റിയിട്ട് അവർ വേഗം പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. പിന്നെ ബസ്സിൻ്റെ റൂട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ട ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ. നല്ലൊരു റൂട്ടാണ് ഈ ബസ്സിന് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ഈ ഒരു റൂട്ടിന് പോകാമെന്നുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബസ്സിൽ ഞങ്ങൾ കയറിയിടെ ഇരുന്ന്, അപ്പോൾ നമ്മളെ പോലെ തന്നെ ഒരുപാട് പേര് യാത്ര ചെയ്യുന്നവരുണ്ട്. അപ്പോൾ കുറേ ആൾക്കാർ ബസ് ഡിലേ ആയതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കോളേജും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉള്ളവരും പിന്നെ കുറേ അതിൻ്റെ ആവശ്യങ്ങൾക്ക് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് പോകുന്നവർക്കൊക്കെ ഈ ഒരു ടൈം ഇത്ര ഡിലേ ആയതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ നമ്മൾ കയറിയിട്ടില്ല, പക്ഷെ പോകുന്ന റൂട്ടൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഈ 2 സൈഡും ഇങ്ങനെ കാട് പോലെയൊക്കെ ഇങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബസ്സിൽ എനിക്ക് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ലൈറ്റ് അവർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എത്രത്തോളം നമ്മളെ വീഡിയോയിൽ ക്ലാരിറ്റി ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷേ മാക്സിമം ഞാൻ വീഡിയോസ് പകർത്താൻ നോക്കിയിട്ടുണ്ട്. എന്തായാലും ഈ ഒരു യാത്ര നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും വേസ്റ്റ് ആവില്ല, കാരണം അത്ര അടിപൊളിയായിട്ടുള്ള റൂട്ടാണ് വരുന്നത്. അപ്പം നമ്മളൊരു ട്രാവൽ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്യുന്നത് തൊട്ടിൽപ്പാലത്ത് നിന്നാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓൺലൈൻ വെബ്സൈറ്റ് വഴിയായിരുന്നു. എൻ്റെ KSRTC എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് വഴിയായിരുന്നു നമ്മൾ ഓൺലൈനിലായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് പല ബസ്സും വരുന്നുണ്ട് ഈ റൂട്ടിന് തന്നെ. അപ്പോൾ നമുക്ക് റേറ്റും കാര്യങ്ങളും നോക്കിയിട്ടും ബസ്സും കാര്യങ്ങളും നോക്കിയിട്ടൊക്കെ, അപ്പോൾ AC ബസ്സൊക്കെയാണ് ഇഷ്ടപ്പെടുന്നവരെന്നുണ്ടെങ്കിൽ KSRTCൻ്റെ തന്നെ AC വരുന്നതൊക്കെ ഉണ്ട് ബസ്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞങ്ങൾ നോൺ AC ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും 1000 രൂപേൻ്റെ ഉള്ളിലായിരുന്നു ടിക്കറ്റ് ഫെയർ ആയിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല നമുക്ക് സീറ്റ് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈൻ ബുക്കിംഗ് കഴിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ ഏത് സ്ഥലത്താണോ ഈ ബസ്സിൻ്റെ സർവീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നിന്നുള്ള KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അത് ലാസ്റ്റ് ഓപ്ഷൻ
ഓപ്ഷനാണ്, ചിലപ്പം കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യാൻ പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ മുന്നേ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഒരു 2 hours ഒക്കെ മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്കറ്റ് മാക്സിമം ബുക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ അതിന് ശേഷം പിന്നെ ടിക്കറ്റിൻ്റെ അത് ക്ലോസ് ആയിരിക്കും. പിന്നെ വരുന്നതെല്ലാം നമ്മൾ ഈ ഒരു ഡയറക്റ്റായിട്ട് എടുക്കുന്ന ടിക്കറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ അങ്ങനെയായിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ബസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ തന്നെ KSRTCൻ്റെ പുതിയ സർവീസാണ് കേട്ടോ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ പുതു ബസ്സാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ പുതുതായിട്ടുള്ളതിൻ്റെ രീതിയിലുള്ള ഫീലിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു ബസ്സിൽ പോകുമ്പോൾ. അതുപോലെ തന്നെ ഈ റൂട്ടിന് തന്നെ കുറേ ബസ് വേറെയും പോകുന്നുണ്ട്, സ്വിഫ്റ്റ് ഒക്കെ പോകുന്നുണ്ട് KSRTCനെ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ബസ്സൊക്കെ ഏതാണെന്നുള്ളത് ആദ്യം തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ തന്നെ മൈസൂർ പോകുന്നവരും ഈ ഒരു ബസ്സിലുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ജേണിയും കുറവാണ്. ഏകദേശം 7 മണിക്കൂറാണ് തൊട്ടിൽപ്പാലത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് വരുന്നത്. ഞങ്ങൾ ട്രെയിനിന് ടിക്കറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ലീപ്പറൊന്നും ഇല്ല, എല്ലാം ബുക്ക്ഡ് ആയിരുന്നു. പിന്നെ ജനറൽ തന്നെ 12-13 മണിക്കൂറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് യാത്ര വരുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് രാത്രിയാണ് പോകുന്നുണ്ടെങ്കിൽ ഏകദേശം ഏർലി മോർണിംഗ് ആകുമ്പോൾ തന്നെ നമുക്ക് ബാംഗ്ലൂർ എത്താൻ വേണ്ടി പറ്റും. പിന്നെ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ബാംഗ്ലൂരെല്ലാം കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞങ്ങൾ ഈ ഒരു യാത്ര തുടങ്ങിയപ്പോൾ അതേപോലെ തന്നെ ചെക്ക് പോസ്റ്റും അതേപോലെ തന്നെ ഫോറസ്റ്റിനുള്ളിലൊക്കെ ഇങ്ങനെ ബസ് യാത്ര ചെയ്യുന്നുണ്ട്. ബസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ ഏകദേശം കുറേ പേരൊക്കെ ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ വലിയ ടാസ്ക്കാണ്. കാരണം ഈ ഒരു ഫ്രണ്ടിലെ ഒരു ലൈറ്റ് മേലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മളെ ക്യാമറൻ്റെ ആ ഒരു ലൈറ്റൊന്നും പറ്റില്ല. കാരണം ഡ്രൈവിങ് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഫ്ലാഷ് വരുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാവണ്ട വെച്ചിട്ട് ഞാൻ ഈ ഒരു വിഷയമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ വീഡിയോയിൽ കാണുമ്പോൾ. നമ്മൾ കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുന്നതോറും ഇല്ലേ ഗൈസ്, ഈ ഒരു കോട വല്ലാണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. കോട കൂടി വരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ തണുപ്പും നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നോക്കിയ സമയത്ത് തന്നെ ഈ ഒരു റൂട്ടിലൂടെ ബൈക്ക് പോകുന്നുണ്ട്, കുറേ റൈഡേഴ്സൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഇവിടെ ഈ ഒരു ബോർഡർ ക്രോസ് ചെയ്യുന്നത് എത്രത്തോളം സേഫ് ആണെന്നൊന്നും അറിയില്ല. ബൈക്ക് റൈഡൊക്കെ, കാറൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾ ബൈക്കിനൊക്കെയാണ് ഈ ഒരു റൂട്ടിലൂടെ പോകാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ കുറച്ചൊരു സേഫ് അല്ലാത്ത റൂട്ടാണ്. എന്നാൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ ഈ ഒരു ഗൈഡ് ലൈൻസ് ഒക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് പോകാൻ നോക്കുക. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഈ റൂട്ടിന് ബസ്സിനല്ലാണ്ട് ബൈക്കിനാണ് പോകുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി റൂട്ടൊക്കെ ആണെങ്കിലും നിങ്ങൾ ഈ ഒരു വന്യമൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന റൂട്ടും കൂടിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഞങ്ങൾ പോകുന്നത് 2 മണിൻ്റെ ഒരു സമയത്തൊക്കെയാണ് പോകുന്നത്. 2 മണിൻ്റെ ഏകദേശം 2 മണിൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. തൊട്ടിൽപ്പാലത്ത് നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു 2-2.5 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് കുട്ട ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ അവർ വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി തരും. പിന്നെ അതേപോലെ തന്നെ വാഷ്റൂമിൽ പോകുന്നവർക്ക് പോകാം, അതിന് വേണ്ടിയിട്ട് ബസ് സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല കോടുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ ബസ് പോലെ തന്നെ ഒരുപാട് ബസ് ഇവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഫോറസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കാണുന്ന കടയാണ്, ഹോട്ടലാണ് ഇത് വരുന്നത്. പിന്നെ ഫോറസ്റ്റിനുള്ളിലോട്ട് പിന്നെ ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ളവർക്കൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് ഒരു 10 മിനിറ്റ് ടൈം ഉണ്ടാവും. ഇപ്പോൾ എന്താ വെച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏകദേശം എനിക്കാണെങ്കിൽ നല്ല തലവേദന ഉണ്ടായിരുന്നു, യാത്രാക്ഷീണം ഉണ്ടായിരുന്നു. പൊതുവേ എനിക്ക് ബസ് അങ്ങനെ പറ്റില്ല, ബസ്സിൽ ട്രാവൽ ചെയ്യാൻ ഭയങ്കര കുറവാണ്. അപ്പോൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ തന്നെ എനിക്കിങ്ങനെ തലവേദനയും അതേപോലെ തന്നെ വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അബു പറഞ്ഞാൽ അങ്ങനെയാണ് നമുക്ക് പുറത്ത് പോയിട്ട് നല്ല കട്ടൻ ചായയും എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ ബസ് ഇറങ്ങിയ ശേഷം ഇവർ കണ്ടക്ടറും ഡ്രൈവേഴ്സൊക്കെ ഇവിടെ നിന്നാണ് അധികം കഴിക്കാറുള്ളത്. പിന്നെ ചില യാത്രക്കാരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാഗൊക്കെ അവിടെ വെച്ചതിന് ശേഷം ഇതേപോലെ തന്നെ അതാ കുറച്ചൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയ സമയത്ത് നല്ല കോട ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കോട കണ്ടിട്ട് അബു ഇങ്ങനെ തുള്ളി ചാടുന്നുണ്ട്, നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ബസ്സിൻ്റെ ഉള്ളിൽ ഫുൾ കവർ ആകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കോട മാത്രമല്ലേ കാണുള്ളൂ, നമുക്ക് തണുപ്പൊന്നും അങ്ങനെ ഫീൽ ചെയ്യില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ഇതാ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇതാ ഇവിടെ കുറേ ബസ്സിൽ കുറേ ആൾക്കാർ യാത്രക്കാർ ഇതേപോലെ തന്നെ ഇവിടെ ഇറങ്ങിയിട്ട് ചായ കുടിക്കുന്നുണ്ടായിരുന്നു. അതാ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഈ ഒരു KSRTC ബസ്സിൽ ഇതേപോലെ തന്നെ ഈ ഒരു കുട്ട ഫോറസ്റ്റിൻ്റെ ഈ റൂട്ട് എന്തായാലും ഒന്ന് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള ഈ ഹോട്ടൽ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മൾ വരുമ്പോൾ തന്നെ ക്യൂ നിൽക്കുന്നുണ്ട് ചായക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ തന്നെ 2 കട്ടൻ ചായയും പിന്നെ അതേപോലെ തന്നെ അബു മറ്റേ ഈ നെയ്പ്പത്തിലില്ലേ അതുപോലെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ഒന്നും തലവേദന കാരണം ഒന്നും സ്നാക്സ് ഒന്നും വേണമെന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ചായ എല്ലാം കുടിച്ചിട്ട് ജസ്റ്റ് പിന്നെ അതേപോലെ തന്നെ ബസ്സിൽ കയറി. ഇവിടെ ദോശയൊക്കെ കിട്ടിയ തിരിച്ച് ഇതേപോലെ തന്നെ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ലൈഫിൽ തന്നെ ഒരിക്കലെങ്കിലും ഇതേപോലെ തന്നെ KSRTC ബസ്സിൽ ഇതേപോലെ രാത്രി രാവിലെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ഇങ്ങനെ കോട നിറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു ബസ്സിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഇല്ലേ ഗൈസ്, അവിടെ ഫുള്ള് കവറായിട്ടുണ്ടായിരുന്നു. അപ്പം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവർ കണ്ടക്ടർ പുറത്തിറങ്ങിയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങനെ വെള്ളം കുടഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു കോട അങ്ങനെ റിമൂവ് ആക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ലോറിക്ക് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ബസ്സിനും ലോറിക്കൊന്നും അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഈ ബൈക്കിനൊക്കെ പോകുന്ന കുറേ ട്രാവലേഴ്സിനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു അത്ഭുതം തോന്നിയില്ല. കാരണം ഞങ്ങളും ഇതേപോലെ തന്നെ പോകുന്നവരാണ്. പക്ഷേ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ സേഫ്റ്റി ഇഷ്യൂസ് കാര്യങ്ങൾ ഒരുപാടുള്ള ഒരു ഫോറസ്റ്റ് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ടൊക്കെ പോവുക. നിങ്ങൾക്ക് KSRTC പോവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പോകാനും പറ്റും. അപ്പം ട്രെയിനാണ് നല്ല ചീപ്പെങ്കിലും KSRTC കുറച്ച് കംഫർട്ടായിട്ട് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം ഞാൻ ബസ്സിന് ബുക്ക് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വലിയതൊന്നുമില്ല, നമ്മളെ ഇമെയിൽ ID കൊടുക്കുക, ഫോൺ നമ്പർ കൊടുക്കുക, അതേപോലെ തന്നെ ഈ ഫോൺ പേ അല്ലെങ്കിൽ ഗൂഗിൾ പേ എന്താണോ ഉള്ളത് അത് നമ്മൾ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളെ അഡ്രസ്സും നമ്മളിപ്പോൾ തന്നെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ ഏജും പിന്നെ നെയിമും അത് അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഈ ഒരു സീറ്റ് സെലക്ട് ചെയ്താൽ തന്നെ ഈ ഒരു ഇതിലേക്ക് ലോഗിൻ ചെയ്തിട്ട് കയറിയിട്ട് നമുക്ക് സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഏത് നമ്പറിൽ വെച്ചിട്ടാണോ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്, ഫോൺ നമ്പർ വെച്ചിട്ടാണോ ബുക്ക് ചെയ്തിട്ടുള്ളത്, ആ നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇമെയിൽ ID-യിലേക്കോ നമുക്ക് പോകാനുള്ള ഈ ഒരു KSRTC ബസ്സിൻ്റെ ടിക്കറ്റ് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം വാട്സപ്പ് വഴിയും ഉണ്ടാവും, അതേപോലെ തന്നെ സാധാ നമ്മളെ മെസ്സേജ് വഴിയും അതേപോലെ തന്നെ ഇമെയിൽ വഴി നമുക്ക് ടിക്കറ്റ് കിട്ടും. അപ്പോൾ ഏത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഒരു മണിക്കൂറൊക്കെ ആവുന്നതിൻ്റെ മുന്നേ തന്നെ, അതായത് നമ്മൾ യാത്ര ചെയ്യണ ഒരു മണിക്കൂർ ആവുന്നതിന് മുന്നേ ബസ്സിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റും, ബസ് എവിടെ എത്തി എന്നുള്ളതൊക്കെ. അതേപോലെ തന്നെ ബസ്സിലെ കണ്ടക്ടർ കോൺടാക്ട് നമ്പറും ഈ ഒരു ടിക്കറ്റിൽ ഉണ്ടാവും കേട്ടോ. അതവർ ഒരു മണിക്കൂർ നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു മണിക്കൂർ മുന്നേ തന്നെ നമുക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പം ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങളുടെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ പോകുന്നതും. അപ്പോൾ ഞങ്ങൾക്കത് ഭയങ്കര വണ്ടറിങ് ആയിരുന്നു. അതേപോലെ തന്നെ നമ്മൾ ബാംഗ്ലൂർ പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് പോകുന്നതും. അപ്പോൾ എന്തായാലും നമ്മളെ ബാംഗ്ലൂർ വിശേഷങ്ങൾ നമ്മളെ വീഡിയോസിൽ ഇനി ഒരുപാട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ ബസ് ഇപ്പോൾ ഏകദേശം മൈസൂർ എത്തി. മൈസൂരിൽ നിന്ന് പിന്നെ ഞങ്ങൾ ഏർലി മോർണിംഗ് തന്നെയാണ് ബാംഗ്ലൂർ എത്തിയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു രാത്രിത്തെ ട്രാവൽ ആകുമ്പോൾ നമുക്ക് ഉറക്കം ശരിയാവും, അതേപോലെ തന്നെ നമുക്കൊരു ഏർലി മോർണിംഗ് തന്നെ ബാംഗ്ലൂർ എത്താനും വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് ബാംഗ്ലൂർ KSRTC. നമ്മൾ ബസ്സിന് ടിക്കറ്റ് എടുത്ത KSRTC സ്റ്റാൻഡിൽ ബസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് ജസ്റ്റ് ഇറങ്ങി. ഏർലി മോർണിംഗ് തന്നെയാണ് ബസ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ നല്ല ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അബു എവിടെ ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പൊതുവെ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ അബു ഉറങ്ങാറില്ല. അബുവിന് അങ്ങനെ ശീലമായി, ഉറക്ക് കട്ട് ചെയ്താലും ഒരു ഡേ ഒക്കെ പിടിച്ച് നിൽക്കും. പക്ഷെ എനിക്ക് അങ്ങനെയല്ല, ഒരു 12:30-1 മണിയൊക്കെ ആകുമ്പോഴത്തേന് എൻ്റെ കണ്ണെല്ലാം അടയും. അപ്പോൾ എന്തായാലും ഞങ്ങളിവിടെ പുറത്ത് ഇറങ്ങി. ഇനിയിപ്പോൾ ഫ്രഷപ്പ് ആവണം, റൂം നോക്കണം. ഈ ഒരു ഇറങ്ങിയ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ പോകുന്നത് മജസ്റ്റിക്കിലേക്കാണ് കേട്ടോ. ഏകദേശം എല്ലാ റൂംസും അവൈലബിലിറ്റി അതേപോലെ തന്നെ ചീപ്പായിട്ട് നമുക്ക് റൂം കിട്ടുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് മജസ്റ്റിക്ക്. പിന്നെ ഒരുപാട് ഷോപ്പിംഗ് സ്ട്രീറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട ഏരിയയാണ് അത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ബസ്സിൽ ഏകദേശം ഒരാൾക്ക് വരുന്നത് 17 രൂപയാണ്. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് മജസ്റ്റിക്കിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിയ ഈ ഒരു ബസ് സ്റ്റേഷൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനെ ഓരോന്ന് ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. കുറേ ഇങ്ങനെ നമ്മൾ KSRTCൻ്റെ ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി. നമ്മളെ നെക്സ്റ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അതേപോലെ തന്നെ റൂം എടുക്കുക, അതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഉറങ്ങുക. അതായത് അബുവിന് തീരെ ഒട്ടും ഉറക്കം റെഡി ആയിട്ടില്ല ബസ്സിൽ നിന്ന്. അപ്പോൾ ഒന്ന് ഉറങ്ങിയിട്ട് ഈവനിങ് നമ്മൾ ഇതേപോലെ തന്നെ നമ്മളെ ബാംഗ്ലൂർ സ്ട്രീറ്റ് മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ എന്തായാലും ഇനി ഒരുപാട് ബാംഗ്ലൂർ വീഡിയോസും കാര്യങ്ങളൊക്കെ വരാണ്ട്. നമ്മളോട് കുറേ കാര്യങ്ങൾ ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞ നമ്മളെ ബാംഗ്ലൂർ ജേണിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്, എവിടെയാണ് സ്റ്റേ എടുക്കാം, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥലം, എവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്യണം, അതേപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ബാംഗ്ലൂരിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയൊരു ജേണിയിൽ തന്നെ നമുക്ക് പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോസായിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മളൊരു ജസ്റ്റ് നമ്മൾ ബാംഗ്ലൂർ ഇറങ്ങിയ ഒരു എൻട്രി ഒരു വ്ളോഗാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിയെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസിൽ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ബൈ ബൈ ഗൈസ്.